നമുക്കിവിടെ ഗസ്റ്റായിട്ട് വന്നിരിക്കുന്നത് സാധു കൊച്ചുവിൻ്റെ ഉപദേശിയുടെ കൊച്ചുമകളാണ്. 2004 തിരുവനന്തപുരത്ത് നടന്ന സുനാമിയിൽപ്പെട്ട് എങ്ങനെയോ സഹോദരി ഇവിടെ എത്തിയതാണ്. നമുക്ക് സഹോദരിയുടെ ഒരു പ്രത്യേകതയുണ്ട്. എന്ത് ചോദിച്ചാലും പാട്ടിലൂടെ മാത്രമേ നമുക്ക് ഉത്തരം നൽകൂ. നമുക്ക് സഹോദരിയെ സ്വാഗതം ചെയ്യാം. സ്വാഗതം സഹോദരി. നമുക്ക് ഈ സഹോദരിയുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. സഹോദരിയുടെ പേരെന്താണ്? അങ്ങനെയാണോ? അപ്പൊ സഹോദരിയുടെ നാട് എവിടെയാ? വലിയ വീടൊക്കെ കാണല്ലേ? സഹോദരിയുടെ ഭർത്താവിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? അങ്ങനെയാണോ? അപ്പൊ സഹോദരി ഭാഗ്യവതിയാണ്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുന്നു? അത് നല്ല തല്ലിന്റെ കുറവാണേ. സഹോദരി ഏത് ജാതിയിൽപ്പെട്ടതാ? പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ? അതേതായാലും നന്നായി. സഹോദരിക്ക് എത്ര വയസ്സായി? 7-10 ഏറെയായാൽ 80 മാത്രം. നീളുമായുസ്സതു നിനച്ചാൽ കഷ്ടത മാത്രം. നീളുമായുസ്സതു നിനച്ചാൽ കഷ്ടത മാത്രം. അത്രയും പ്രായമുണ്ടോ? സഹോദരിയുടെ ചർമ്മം കണ്ട പ്രായം തോന്നുകയേയില്ല. സഹോദരിക്ക് ഒത്തിരി സമ്പത്തുണ്ടെന്ന് കേട്ടല്ലോ, അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? എന്റെ സമ്പത്തെന്ന് ചൊല്ലുവാൻ ഏറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. അതൊക്കെ പോട്ടെ, ഭർത്താവ് സഹോദരിയെ നല്ലപോലെ നോക്കുന്നുണ്ടോ? എന്റെ പ്രിയൻ അലങ്കാരത്തിൽ പിടിച്ചെന്നെ നടത്തിടുന്നു. ദിനം തോറും സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യയായി. സഹോദരി ഭയങ്കര ഭാഗ്യവതി കേട്ടോ. സഹോദരിയുടെ അയൽക്കാരെ കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്താ? ഏതു നേരത്തും പിശാചി ചർച്ച ചെയ്തിടും. ഭീതി വേണ്ട ദൂതരുണ്ട് കാത്തുകൊള്ളുവാൻ. ഏതു നേരത്തും പിശാചി ചർച്ച ചെയ്തിടും. ഭീതി വേണ്ട ദൂതരുണ്ട് കാത്തുകൊള്ളുവാൻ. സഹോദരി എങ്ങനെ അതിനെ നേരിടുന്നത്? കഷ്ടമാണല്ലോ. നല്ല പോരാട്ടം പോരാടിയോട്ടമോടിടാം. നല്ലവന്റെ നല്ല പാത പിന്തുടർന്നിടാം. നല്ല പോരാട്ടം പോരാടിയോട്ടമോടിടാം. നല്ലവന്റെ നല്ല പാത പിന്തുടർന്നിടാം. സഹോദരി സുനാമിയിൽപ്പെട്ടല്ലേ ന്യൂയോർക്കിലേക്ക് വന്നത്? എങ്ങനെ അതിനെ നേരിട്ടു? കൊടുങ്കാറ്റടിച്ച അലയുയരും വൻസാഗരത്തിൻ അലകളിന്മേൽ വരും ജീവിതത്തിൽ പടകിളവൻ തരും ശാന്തി തന്ന വചനങ്ങളാൽ. സഹോദരി ഇവിടെ ന്യൂയോർക്കിൽ വന്ന് ചർച്ചിലൊക്കെ പോകുന്നെന്ന് കേട്ടി. ഇവിടെ സെറ്റിൽ ആയല്ലോ നാട്ടിൽ നിന്ന് വന്നിട്ട്. ആ ചർച്ചിലെ പാസ്റ്ററിനെ കുറിച്ചുള്ള അഭിപ്രായം? ആയിരം ആയിരം നാവുകളാൽ അത് വർണ്ണിപ്പതിടുന്നു. ആയിരം ആയിരം നാവുകളാൽ അത് വർണ്ണിപ്പതിടുന്നു.
സഹോദരിക്ക് ഈ സമൂഹത്തോട് എന്താ പറയാനുള്ളത്? സിയോനേ നീ ഉണർന്നെഴുന്നേൽക്കുക ശാലേ, രാജനിതാ വരുവാനായി. സിയോനേ നീ ഉണർന്നെഴുന്നേൽക്കുക ശാലേ, രാജനിതാ വരുവാനായി. സഹോദരിക്ക് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസികളോട് എന്താ പറയാനുള്ളത്? ഉന്നത വിളിക്കു യോഗ്യതേ, വിളിച്ചവന്റെ സന്നിധിയിൽ നിന്നു മാറല്ലേ. ഉന്നത വിളിക്കു യോഗ്യതേ, വിളിച്ചവന്റെ സന്നിധിയിൽ നിന്നു മാറല്ലേ. മന്നിടത്തിൽ നിന്നെ ഓർത്തു ഉന്നതം വെടിഞ്ഞു വന്നു നന്ദനന്റെ വന്ധ്യപാദം എന്നും ഒന്നായി വന്നിച്ചിടും. നന്ദനന്റെ വന്ധ്യപാദം എന്നും ഒന്നായി വന്നിച്ചിടും. വളരെ നന്ദി സഹോദരി. ഇത്രയും നേരം ഈ വർത്തമാനത്തിൽ ഞങ്ങളോട് കൂടെ ചെലവഴിച്ചതിന് നന്ദി. ഇതോടെ ഇന്നത്തെ വർത്തമാനത്തിന്റെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. ആർക്കെങ്കിലും ഈ സഹോദരിയെ സാമ്പത്തികമായി സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ 77777775 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ഇനി അടുത്ത എപ്പിസോഡിൽ കാണുന്നവരേക്കും ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും.